DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്നവർക്ക് പുതിയ VBG റാംജി പദ്ധതിയിലേക്ക് മാറിയപ്പോൾ ഇപ്പോൾ തൊഴിലില്ല, വേതനാപേക്ഷ നൽകുവാൻ പോവുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്നവർ. അതോടൊപ്പം ഓണത്തിന് തൊഴിലുറപ്പിൽ ഉണ്ടായിരുന്നവർക്ക് ഉത്സവ ഭത്തയും അനുവദിച്ച ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് ഓണത്തിന് ഉത്സവ ഭത്ത പ്രഖ്യാപിച്ചതിനെ കുറിച്ചാണ്. സംസ്ഥാനത്തെ ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസമോ അതിലധികമോ തൊഴിൽ പൂർത്തിയാക്കിയ കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് 1200 രൂപ വീതം പ്രത്യേക പാരിതോഷികം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നിവയിലെ 3,75,777 കുടുംബങ്ങൾക്കാണ് ഈ വർഷത്തെ ഓണസമ്മാനം ലഭിക്കുക. ഗ്രാമീണ മേഖലയിൽ 3.68 ലക്ഷം ഗുണഭോക്താക്കൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 2025-26 സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ 3,68,688 കുടുംബാംഗങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഇതിനായി ആകെ 44.24 കോടി രൂപ ചിലവാകും. 2017 മുതൽ മുൻ സാമ്പത്തിക വർഷങ്ങളിൽ 100 ദിവസത്തിൽ കുറയാതെ തൊഴിലെടുത്ത കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഉത്സവ ഭത്തയോ പ്രത്യേക പാരിതോഷികമോ അനുവദിച്ചു വരുന്നതായി സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഉത്തരവ് ഓഗസ്റ്റ് 14 തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറപ്പെടുവിച്ചത്. നഗര തൊഴിലുറപ്പിലും ആനുകൂല്യം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ നടപ്പ് സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ 7089 കുടുംബങ്ങൾക്കും 1200 രൂപ വീതം ഓണസമ്മാനമായി നൽകും. ഇതിനായി 85,06,800 രൂപയാണ് ചിലവഴിക്കുക. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഉത്തരവ് ഓഗസ്റ്റ് 17 പുറപ്പെടുവിച്ചത്. 2 തൊഴിലുറപ്പ് പദ്ധതികളിലുമായി സർക്കാർ അനുവദിക്കുന്ന ഓണസമ്മാനത്തിന്റെ ആകെ തുക 45,09,06,800 രൂപയാണ്. ഓണക്കാലത്ത് സാധാരണക്കാരുടെ കൈകളിൽ കൂടുതൽ പണമെത്തിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകാനും ഈ പ്രഖ്യാപനം സഹായിക്കും. ആനുകൂല്യം ലഭിക്കുന്ന കുടുംബങ്ങൾ നിശ്ചിത 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പദ്ധതി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പാക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സങ്കടകരമായ ഒരു കാര്യമാണ് രണ്ടാമത്തേത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് 5 മാസം പിന്നിട്ടിട്ടും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ജോലികൾ ആരംഭിക്കാത്തതിനെ തുടർന്ന് ഓണക്കാലത്ത് പട്ടിണിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഗ്രാമീണ തൊഴിലാളികൾ. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ഓണമെത്തുമ്പോഴേക്കും 40 മുതൽ 50 വരെ തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി മികച്ചൊരു വരുമാനം കൈപ്പറ്റിയിരുന്ന തൊഴിലാളികളാണ് ഇത്തവണ കടുത്ത ഉപജീവന പ്രതിസന്ധിയിലായിരിക്കുന്നത്. സാധാരണയായി ഏപ്രിൽ 1 ആരംഭിക്കേണ്ട തൊഴിലുകൾ ഇത്തവണ ഒരിടത്തും തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബാക്കി പണികൾ പൂർത്തിയാക്കിയ ചുരുക്കം ചിലർക്കൊഴികെ മറ്റാർക്കും ഇത്തവണ ഒരു ദിവസത്തെ പണി പോലും ലഭിച്ചിട്ടില്ല. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസംഘടിപ്പിച്ച് ജൂലൈ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പേര് മാറ്റിയെങ്കിലും പുതിയ തൊഴിലുകൾ അനുവദിക്കുന്നതിലോ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിലോ യാതൊരു വ്യക്തതയും അധികൃതർക്കില്ല. പഞ്ചായത്തുകൾക്ക് 318 തരം ജോലികളുടെ പട്ടിക അടങ്ങിയ പ്രാഥമിക മാർഗരേഖ മാത്രമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും പൊതുവാസ്തി വികസനത്തിന് ഉതകുന്നതോ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കുന്നതോ അല്ലെന്നും വ്യക്തിഗത തൊഴിലുകൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നതെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ പദ്ധതി നിയമപ്രകാരം 125 തൊഴിൽ ദിനങ്ങളും 401 രൂപ കൂലിയും വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെപ്പോൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾക്കോ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കോ വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പദ്ധതി സ്തംഭിച്ചതോടെ തൊഴിലുറപ്പ് ജീവനക്കാരായ ഓവർസിയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, അക്കൗണ്ടന്റുമാർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ എന്നിവരും കഴിഞ്ഞ 5 മാസമായി തൊഴിൽ രഹിതരായി കഴിയുകയാണ്. സംസ്ഥാനത്ത് 19.28 ലക്ഷം സജീവ കുടുംബങ്ങളിലായി 22.73 ലക്ഷം തൊഴിലാളികളാണ് തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിക്കുന്നത്. ഇതിൽ 90% സ്ത്രീകളാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 5.19 ലക്ഷം കുടുംബങ്ങൾ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് ക്ഷേമനിധി ഏർപ്പെടുത്തിയും സോഷ്യൽ ഓഡിറ്റിംഗ് കാര്യക്ഷമമാക്കിയും ദേശീയ തലത്തിൽ മുൻപന്തിയിൽ നിന്ന കേരളത്തിലാണ് ഇപ്പോൾ ഈ അനിശ്ചിതാവസ്ഥ ഉടലെടുത്തിരിക്കുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്തുകൾ തോറും തൊഴിലാളികൾ സംഘടിച്ചെത്തി സെക്രട്ടറിമാർക്ക് ഒപ്പിട്ട് നേരിട്ട് തൊഴിലിനായുള്ള അപേക്ഷ സമർപ്പിച്ചു. പുതിയ നിയമപ്രകാരം അപേക്ഷ നൽകി 15 ദിവസത്തിനകം തൊഴിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനത്തിന് അർഹതയുണ്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കി. 100 തൊഴിൽ ദിനം 125 തൊഴിൽ ദിനമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ഇതുവരെ ഒരു തൊഴിൽ ദിനം പോലും ലഭിക്കാത്തതിൽ ആശങ്കയിലാണ് തൊഴിലാളികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്നവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ കേന്ദ്ര സംസ്ഥാന ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.